തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരള നിയമസഭ നാളെ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും. SIR സുതാര്യമായി നടപ്പാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ് ഷഫീദ്? SIR-മായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് CPM-ഉം അതേപോലെ കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരേ നിലപാടാണുള്ളത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരിട്ട് നിയമസഭയിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള നീക്കം. മാത്രവുമല്ല, അത് കേന്ദ്ര സർക്കാരിനടക്കമുള്ള ഒരു മുന്നറിയിപ്പായി കൂടി നമുക്ക് കണക്കാക്കാൻ കഴിയും. നാളെ വീണ്ടും നിയമസഭ സമ്മേളിക്കുമ്പോൾ പ്രമേയമായി ഇത് പാസ്സാക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും. SIR സുതാര്യമായി നടപ്പാക്കണം. മാത്രവുമല്ല, തിടുക്കപ്പെട്ട് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന അവസരനഷ്ടം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. അതിനപ്പുറത്തേക്ക് അതിലേതെങ്കിലും തരത്തിൽ കൃത്രിമത്വവും ഇടപെടലും ഉണ്ടാകരുത് എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും പ്രമേയം ഉൾക്കൊള്ളുക. ശ്രീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. SIR-നെതിരെ കേരള നിയമസഭ നാളെ പ്രമേയം പാസാക്കാൻ പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.